ഒറ്റ യൂസിൽ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ഞാൻ വിശ്വസിക്കും കേട്ടോ. കാരണം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു റെമഡിയാണ്. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടാണ് ഞാനിത് ചെയ്തത്. ഉലുവ പൊടിയും പാലും കൂടി ചേർത്തിട്ട് പിന്നെ നല്ലപോലെ ക്രീം പരുവത്തിലാക്കിയിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യണം. അപ്പം ഞാനത് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് നല്ല റിസൾട്ട് കിട്ടി കേട്ടോ. ഞാൻ എന്തായാലും അതിപ്പോൾ നന്നായിട്ട് കുഴയ്ക്കുന്നുണ്ട്. കാരണം ഞാൻ ഇവിടെ ഇങ്ങനെ കുഴയ്ക്കാനുള്ള വലിയ സംഭവങ്ങളൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോറ് കൊണ്ടുപോണ പാത്രത്തിലാണ് കേട്ടോ കുഴച്ചത്. അപ്പോൾ അതിലിങ്ങനെ കുഴച്ചിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടണുണ്ട്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഈ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ ഭയങ്കര ഒരു ചമ്മലാണ് എനിക്ക്. അതുകൊണ്ടാണ് ഈ മുഖത്ത് ഇങ്ങനെയുള്ള വേണ്ടാത്ത എക്സ്പ്രഷൻസ് ഒക്കെ വരുന്നതേ. ഒന്നും തോന്നരുത് ആർക്കും. അപ്പോഴത്തേക്കും ഇങ്ങനെ ഉലുവ ഇങ്ങനെ നല്ലപോലെ ഇതാക്കിയിട്ട് മുഖം നന്നായിട്ട് കഴുകി കേട്ടോ. ഞാൻ ഹിമാലയയുടെ ഫേസ് വാഷ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷമാണ് ഇതെല്ലാം കൂടി വാരി പൊത്തുന്നത്. അതായത് ഉലുവ പൊടിയും പാലും കൂടി ചേർത്തിട്ട് ഒരു റെമഡി ഉണ്ടാക്കിയിട്ട് ഞാൻ ഇടുന്നതാണ്. ഇത് എൻ്റെ സ്വന്തമൊന്നുമല്ല, ഇത് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും വഴി കണ്ടിട്ട് ഞാൻ അങ്ങനെ വാരി പൊത്തുകയാണ് ഗെയ്സ്. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം എൻ്റെ മുഖം കണ്ടല്ലോ, നല്ലതായിട്ട് ടാനൊക്കെ അടിച്ച് ഒരുമാതിരി ഇരിപ്പുണ്ട്. ഇപ്പം എന്തായാലും ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. നല്ല വ്യത്യാസമുണ്ട് എന്നാണ് എൻ്റെ സ്വന്തമായിട്ട് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ പറയൂ. കാരണം ഇവിടെ എനിക്ക് ആരെയും കാണിക്കാനായിട്ടില്ല, ഇവിടെ ആരുമില്ല ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ തന്നെ പറയൂ, എങ്ങനെയുണ്ട് ഇതിൻ്റെ റിസൾട്ട്, എങ്ങനെയുണ്ട് എന്ന് പറയണം കേട്ടോ. കമൻറ്റ് ചെയ്യണേ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോസ് ഒന്നും ആരും കാണാറൊക്കെ ഉണ്ട്, പക്ഷേ ആരും കമൻറ്റ് ചെയ്യാറില്ല എൻ്റെ വീഡിയോയ്ക്ക്. ഇതെങ്കിലും കണ്ടൊന്ന് കമൻറ്റ് ചെയ്യണേ എങ്ങനെയുണ്ടെന്ന്. എനിക്കൊന്ന് പ്രോത്സാഹനം തരൂ, പ്രോത്സാഹനം. അങ്ങനെയെങ്കിലും ഞാൻ ഡെയിലി ഒന്ന് വീഡിയോ ഇടാനുള്ളൊരു പ്രചോദനമാകട്ടെ. അപ്പം ഞാൻ അങ്ങനെ വാരി പൊത്തുന്നുണ്ട്. എന്തരാവും എന്ന് നമുക്ക് ലാസ്റ്റ് കാണാം. അപ്പം എന്തരാവാൻ നല്ല റിസൾട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഡെയിലി ചെയ്യണം എന്നാണ്. നിങ്ങളെപ്പോലെയല്ല, ഞാൻ ഇന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. എന്തായാലും ഒരു 10 ദിവസം ഞാൻ ഇതിട്ടിട്ട് ഉറപ്പായിട്ടും എനിക്ക് നല്ല കമൻറ്റും, ഇത് വീഡിയോ കണ്ട് നല്ല കമൻറ്റും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ 10 ദിവസമാകുമ്പോൾ ഞാൻ കറക്റ്റ് ഇതിൻ്റെ ഇത് പറയാം കേട്ടോ. ഇത് എങ്ങനെയുണ്ടെന്ന് ഞാൻ റിവ്യൂ പറയാമേ എങ്ങനെയുണ്ടെന്ന്. കാരണം എല്ലാം കൂടി വാരി വലിച്ച് അവിടെ ഇവിടെയും കണ്ടതെല്ലാം കൂടി വാരി വലിച്ചിട്ടിട്ട് കാര്യമില്ലല്ലോ. ഇത് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പറയാം, അല്ല 5 മിനിറ്റ് കഴിയട്ടെ എന്ന്. അപ്പം 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ മുഖമൊക്കെ ഒരുമാതിരി വലിഞ്ഞ് മുറുകുന്ന ഒരു അവസ്ഥയിലോട്ട് വന്നിട്ടുണ്ട്. ഒരുമാതിരി വലിഞ്ഞ് മുറുകി വരുമ്പോഴത്തേക്കും നമ്മൾ ഫേസിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി കളയണം. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി കളഞ്ഞു. അപ്പോൾ കണ്ടല്ലോ എൻ്റെ മുഖം ഇരിക്കുന്നത്. ഞാൻ ഫിൽറ്ററും അങ്ങനെയുള്ള ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ക്യാമറ തന്നെ ഓണാക്കി വെച്ചിരിക്കുന്നത്. നല്ല വ്യത്യാസമുണ്ട്, കണ്ടില്ലേ നിങ്ങൾ? നല്ല വ്യത്യാസമുണ്ട്. ഇതൊരു 10 ദിവസം ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഗുഡ് എന്നൊക്കെ പറയുന്നുണ്ട്, നന്നായിട്ടുണ്ട്. കാരണം എൻ്റെ ക്യാമറ ക്ലാരിറ്റി കുറവായതുകൊണ്ടാണ്, നല്ലതായിട്ടുണ്ട്.